ഈ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗൗഡാർ പോർട്ട്. ഈ ഗൗഡാർ പോർട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൗഡാർ പോർട്ട് അറിയാലോ, പാകിസ്ഥാന്റെ ക്രൗൺ ഓഫ് ജോൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഈ സീപെക് കോറിഡോറിന്റെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ഒരു പോർട്ടാണ് ഗൗഡാർ പോർട്ട്. ചൈനയാണ് അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് അതിൽ സക്സസ് ആവാൻ കഴിയുന്നില്ല. 2016 മുതൽ ചൈന അതിനകത്ത് കിടന്ന് ഇഴയാണ്, എന്നിട്ടും അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2022-23 ആ ഒരു ഫിസിക്കൽ ഇയറിൽ അവര് ഏതാണ്ട് 1% മാത്രമാണ് അതിന്റെ ട്രേഡ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ദയനീയ അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈന ഇതിൽ ഒരു രീതിയിലും സാറ്റിസ്ഫൈഡ് അല്ല. അവര് ഭയങ്കര അസ്വസ്ഥരാണ് ഈ ഒരു പോർട്ട് ഇങ്ങനെ ആയി പോകുന്നതിൽ. അപ്പൊ ഇത് അവർ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയതായിട്ടാണ് കരുതപ്പെടുന്നത്. അതായത് ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിനകത്ത് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം വരും. കാരണം ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത പൈസകളൊക്കെ അവിടെ ഫിനിഷ് ആയി. ഇനി അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വീണ്ടും ഈ ഒരു പോർട്ട് ഡെവലപ്മെന്റിലേക്ക് പോകാൻ ചൈനയ്ക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനും പെട്ടിരിക്കുകയാണ്, ചൈനയും പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ചൈനയ്ക്ക് ഏറ്റവും വലിയ പെരുത്തടിയാണ്. ഇനി പാകിസ്ഥാൻ എന്നാണ് ഇതൊക്കെ പേ ചെയ്യാൻ? ഇനിയിപ്പം ഇത് എഴുതി ചോദിച്ചാൽ തന്നെ പാകിസ്ഥാൻ കൊടുക്കുമോ? ശ്രീലങ്കയെ പോലെ 99 ഇയേഴ്സിനൊന്നും കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാവത്തില്ല. കാരണം പാകിസ്ഥാൻ കഴിഞ്ഞ മാസം തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ആർമി. അതായത് ഗൗഡാർ പോർട്ട് നിങ്ങൾക്ക് മിലിറ്ററി ബേസ് ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഗൗഡാർ പോർട്ട് ഒരു ഫെയിലിയർ ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് അവരുടെ പോർട്ട് നടന്നാലും കുഴപ്പമൊന്നുമില്ല, അവരുടെ പോർട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് വിഷയമൊന്നുമില്ല. നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ചബഹാർ എന്ന് പറഞ്ഞൊരു പോർട്ട് നമ്മൾ 10 വർഷത്തേക്ക് ലീസിന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ റൂട്ടിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ UAE-യിലേക്കൊക്കെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവർ തുടങ്ങിയതാണ്. ഇപ്പം പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ട്രക്കൊക്കെ വിട്ടായിരുന്നു UAE-യിലേക്ക് ചൈനയിൽ നിന്നും. ആ രീതിയിലൊക്കെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ തുടങ്ങിയതാണ് UAE-യിലേക്ക് വരുന്നതായിട്ടൊക്കെ പറയപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്തോ അതിപ്പം 12 ദിവസം കൊണ്ട് സാധനം എത്തിക്കുന്ന ഒരു കോറിഡോർ പദ്ധതി ആയിരുന്നത്. അത് നമ്മളുടെ IMEEC എന്ന് പറഞ്ഞ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറിന് ബദലായിട്ട് പെട്ടെന്ന് പാകിസ്ഥാനും ചൈനയും കൂടെ തട്ടിക്കൂട്ടി തുടങ്ങിയ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ എന്തോ ഇപ്പൊ ഗൗഡാർ പോർട്ടിനെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചൈനയും പാകിസ്ഥാനും തന്നെ ഒരുമിച്ച് അവർ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും അവര് മുന്നോട്ട് വെക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇത് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി. അതായത് പാകിസ്ഥാനിൽ ഈ തുടരെ മാറി വരുന്ന ഈ ഒരു സർക്കാരുകളും അതേപോലെ ഈ ഒരു ആർമിക്കും ഇടയിൽ നടക്കുന്ന ഈ ഒരു തർക്കം. അപ്പൊ അവിടെ ബ്യൂറോക്രസിയിലുള്ള ആൾക്കാർ, അതായത് ഈ പൊളിറ്റീഷ്യൻസ് അല്ലാതെ ബ്യൂറോക്രസി ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ ചില ഇടപെടലുകൾ, അവരുടെ ചില കൈക്കൂലി പ്രയോഗങ്ങൾ, അപ്പൊ ഇതുപോലത്തെ ചില പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് അത്ര എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന വേറൊരു വിഷയമുണ്ട്. പിന്നെ അടുത്ത് മെയിൻ ആയിട്ട് അവർ ഇതിനകത്ത് എംഫസൈസ് ചെയ്യുന്നത് ലാക്ക് ഓഫ് പ്ലാനിങ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ആ കെട്ടിടപ്പണിയിൽ ആ നിർമ്മാണത്തിൽ വന്ന ചില അപാകതകൾ, അതും കൂടെ ഈ ഒരു പോർട്ടിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു ഫെസിലിറ്റി വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്നതിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അതിന്റെ ഡോക്കിംഗ് സിസ്റ്റം ആയാലും അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് കൺസ്ട്രക്ഷനിൽ ബേസിക്കലി പ്ലാനിങ്ങിൽ വന്ന പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മൂലം അവർക്ക് വേറൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നു, ലിമിറ്റഡ് കപ്പാസിറ്റി. ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ അവിടെ ചെയ്യാത്തത് കൊണ്ട്, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ലാക്ക് വന്നതുകൊണ്ട് തന്നെ, അപാകതകൾ വന്നതുകൊണ്ട് തന്നെ അവിടെ കപ്പാസിറ്റി, ആ ഒരു പോർട്ടിന്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അടുത്ത് പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി കൺസേൺ ആണ്. സെക്യൂരിറ്റി കൺസേൺ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവന്മാർക്കല്ല ജോലി കൊടുക്കുന്നത്. ഇവര് ചൈനക്കാർക്കും പിന്നെ ഇവരുടേതായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള പാകിസ്ഥാന്റെ ഗവൺമെന്റിൽ ചില ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അവിടെ പണി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ആദ്യമേ ഈ ഒരു പ്രോമിസ് കൊടുത്തതുപോലെ, അതായത് ഗവൺമെന്റ് പ്രോമിസ് ചെയ്തതുപോലെ ആ ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് ആർക്കും അവിടെ പണി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ കമ്പിവേലിയിട്ട് അടച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. അപ്പൊ അതായത് അവരുടെ രാജ്യത്തിനുള്ളിൽ വേറൊരു ഫോറിൻ കൺട്രി വന്നിരിക്കുന്ന പോലെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെയിൻ ആയിട്ടും ആ ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർ അതിനെ എതിർക്കുന്നത്. പിന്നെ ബലൂചിസ്ഥാന്റെ ആ ഒരു ത്രെട്ട് അവിടെ ഉണ്ട്. ഈ ബലൂച്ചികളുടെ ത്രെട്ട് നല്ല രീതിയിലുണ്ട്. ഏത് നേരത്തെ ഒരു ആക്രമണം അവിടെ പ്രതീക്ഷിച്ച് നിന്നാൽ മതി എന്നുള്ളൊരു ഏർപ്പാടാണ്. ചൈനക്കാരുടെയൊക്കെ ജീവന് ഭീഷണിയുള്ള ഏരിയ ആയിട്ടാണ് ഇപ്പൊ അത് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ വക കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഗൗഡാർ പോർട്ട് ഒരു ദുരന്തമായിട്ട് ചൈനയ്ക്കും പാകിസ്ഥാനും മാറിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ലാൻഡാണത്, as long as it's okay. പക്ഷെ ചൈനയ്ക്ക് ഇതൊരു ദുരന്തം തന്നെയാണ്, എക്കാലത്തെയും ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭു സുബിയാന്തോ, പുള്ളി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ജനുവരി 26 നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് പുള്ളിയാണ്. പുള്ളി ഇപ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ചെയ്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിലേക്ക് പോകേണ്ട ഒരു വിസിറ്റ് പുള്ളി ക്യാൻസൽ ചെയ്തു. അതിന് കാരണമായിട്ട് പറഞ്ഞത്, ഞാൻ ഇന്ത്യയുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല എന്ന് വളരെ തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ചെരിപ്പൂരി അടിക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഗ്ലോബൽ ടോക്കാണ് ഇപ്പോൾ. അത് സംഭവം വെച്ചാൽ പുള്ളി ഇന്ത്യയുമായിട്ട് ഞാൻ കൂടുതൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു,
അതുകൊണ്ട് ഇന്ത്യയെ വേണ്ടാത്ത ഒരു രാജ്യത്തിന് പോകുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു രക്ഷയില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. പക്ഷെ എന്നാൽ പാകിസ്ഥാൻ ഇത് കിട്ടേണ്ട സംഭവം തന്നെയാണ്. പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഏതാണ്ട് ഇതൊരു കേസ് പാകിസ്ഥാന്, ഇന്ന് വേറൊരു കേസും കൂടെ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 274 പേരെ പുറത്താക്കിയിട്ടുണ്ട്. എവിടെ നിന്ന്? ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് 276 പാകിസ്ഥാൻ സിറ്റിസൺസിനെ പുറത്താക്കിയിട്ടുണ്ട്. ഇവരെന്താണ് ചെയ്തത് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇവര് ഭിക്ഷാടനമാണ്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കയറി ചെന്ന് ഇവർ മൊത്തം ഭിക്ഷ യാചിക്കുക എന്നുള്ള ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പിടിച്ചിരിക്കുന്ന മെജോറിറ്റി ഭിക്ഷക്കാരിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് വന്നത് ഈ പാകിസ്ഥാനികളാണ്. ഇത് വാർത്തയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ ഈ വാർത്തയിൽ കൃത്യമായിട്ട് പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് സൗദി അറേബ്യയാണ് ഇതിൽ ഏറ്റവും നമ്പർ 1 രാജ്യം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ പുറത്താക്കിയത് സൗദി അറേബ്യയാണ്. ഇവർ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഇവര് മക്ക എന്ന് പറഞ്ഞ ഒരു പിൽഗ്രിമേജിക്ക് വേണ്ടി ഇവർ പോവാണ്. ഈ മക്കയിൽ പോയിട്ട് ഇവര് ഉംറ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങ് കയറി പോവാണ്. എന്നിട്ട് ഇവർ അവിടെ പോവായിരിക്കും, ചിലപ്പോൾ പോവാതിരിക്കാം. എന്നിട്ട് ഇവർ അവിടെ നിന്ന് സ്കിപ്പ് ആവുകയാണ്. അവിടെ നിന്ന് ഇവര് ഒളിച്ചോടി ഇവര് ഭിക്ഷാടനത്തിന് വേണ്ടി ആ രാജ്യം മൊത്തം കറങ്ങി തിരിയുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് ഒരു ശല്യമായിട്ട്, ഒരു പൊതു ശല്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ ഏതാണ്ട് 100-200ഓളം ആൾക്കാരെ പിടിച്ചങ്ങ് ഡീപ്പോർട്ട് ചെയ്ത് അയച്ചിരിക്കുകയാണ്. ഇതിൽ ഏതാണ്ട് 10 പേരോളം അവരുടെ ജയിൽ ശിക്ഷ സെന്റൻസും കൂടെ കഴിഞ്ഞ് പൂർത്തിയായിട്ട് കയറ്റി അയച്ച ആൾക്കാരാണ്. ആ രീതിയിലുള്ള ക്രിമിനൽ റെക്കോർഡുകൾ ഇവരുടെ മേളിൽ കൂടുതൽ വരുന്നു എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ചില റിപ്പോർട്ടിങ്ങുകൾ പറയുന്നത്. ഇത് ഒരു രാജ്യത്തിന്റെ ദയനീയ അവസ്ഥയാണ്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ എത്രമാത്രം അവരെ പറയണ്ടെന്ന് വിചാരിച്ചാലും അവർ തന്നെ തനിയെ വന്ന് വീഴുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഏത് ഗൾഫ് കൺട്രീസിൽ പോയാലും ചില ഫണ്ടുകൾക്ക് വേണ്ടിയിട്ടും ചില അലവൻസുകൾക്ക് വേണ്ടിയിട്ടും ചില എയ്ഡുകൾക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. സൗദി ആണെങ്കിൽ കൊടുത്ത് ഒരു പരുവായി. സൗദി തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. ഇനി എന്തായാലും കൊടുക്കാനില്ല സൗദിക്ക്. അപ്പൊ അത് UAE ആണ്. കഴിഞ്ഞ ആഴ്ച അത് UAE പോയിട്ട് എയ്ഡ് വേണം എന്നുള്ള രീതിയിലാണ്. അപ്പം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഈ എയ്ഡ് മേടിക്കാൻ തന്നെ പോകുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രജകളും പോയിട്ട് അവർ ഭിക്ഷാടനം നടത്തി എയ്ഡ് കൊണ്ടുവരാനാണ് പോകുന്നത്. ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളും ഒരു രാജ്യത്തിന്റെ ജനങ്ങളും തന്നെ ഇങ്ങനെ ദുരന്തമായാൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഇതാണ് അവസ്ഥ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.